ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU പഴയന്നൂർ എളനാട് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗം ശോഭന രാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നേരിൽ കണ്ട് ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് UDF ഭരണത്തിൽ അധികാരത്തിൽ വന്ന 4 വർഷം പിന്നിടുകയാണ്. നമ്മുടെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 72 പട്ടികജാതി സങ്കേതങ്ങളും 3 പട്ടികവർഗ സങ്കേതങ്ങളുമാണ് ഉള്ളത്. നിർഭാഗ്യവശാൽ ഈ 4 വർഷക്കാലം ഈ പട്ടികജാതി കോളനികളിലും അതുപോലെ പട്ടികവർഗ കോളനികളിലും ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന UDF ഭരണസമിതി യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നാണ് KSKTUവിൻ്റെ നേതൃത്വത്തിൽ ഈ സർവേയിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിലാകമാനം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലേക്കും ഇന്ന് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 4 വർഷക്കാലമായി UDF ഭരണം അധികാരത്തിൽ വന്നിട്ട് നമ്മളുടെ പഞ്ചായത്തിൽ എന്ത് വികസനമാണ് ഈ UDF ഭരണസമിതി കൊണ്ടുവന്നത്? ഒരു പ്രദേശത്തും വഴിവിളക്കുകൾ കത്തുന്നില്ല. പട്ടികജാതി സങ്കേതങ്ങളിൽ വഴിവിളക്കുകളില്ല, കുടിവെള്ള സൗകര്യമില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ യാതൊന്നുമില്ലാത്ത പട്ടികജാതി കോളനികളും പട്ടികവർഗ കോളനികളുമാണ് നമ്മളുടെ ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലുള്ളത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി സങ്കേതങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ ഉറപ്പാക്കുക, തെരുവു വിളക്കുകൾ കത്തിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSKTU പഴയന്നൂർ എളനാട് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. MV വിജയൻ യോഗത്തിൽ അധ്യക്ഷനായി. NV നാരായണൻകുട്ടി, KM അസീസ്, K മോഹനൻ, NE പരമേശ്വരൻ, PS സുലൈമാൻ, N അമൽരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ മെമ്മോറാണ്ടം പഞ്ചായത്ത് ഓഫീസിലേക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, പഴയന്നൂർ.